പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സുന്ദരമായൊരു സന്ദേശം കർത്താവിൻ്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജീസസ് ഫാമിലി, ഞാൻ ക്രിസ്തുവിൻ്റെ കുടുംബമാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ പെന്തിക്കോസുകാരുണ്ട്, ബ്രദറുകാരുണ്ട്, ബാപ്റ്റിസ്റ്റുകാരുണ്ട്, മർത്തോമക്കാരുണ്ട്, യാക്കോബക്കാരുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഒരു വലിയ കൂട്ടം നമ്മളോടൊപ്പം ഉണ്ട്. രക്ഷിക്കപ്പെടാത്തവരുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാനിടയായി തീരട്ടെ. ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾ സഹായിക്കുന്നതിന് നന്ദി പറയുകയാണ് കേട്ടോ. ഞങ്ങൾ അക്കാര്യമൊന്നും അധികമായിട്ട് പറയാറില്ല, എങ്കിലും നന്ദി പറയുന്നു. തണുപ്പ് കാലം കട്ടിയാണ് കേട്ടോ. ഡബിൾ കോട്ട് ഇട്ടിട്ടും തണുക്കുന്നു. മുറിയിലൊക്കെ ഹീറ്റർ വെച്ചാലും, എൻ്റെ വീട്ടിൽ ഹീറ്ററില്ല, ഞങ്ങൾ ഹീറ്റർ വെക്കാറില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയെങ്കിലും കുറച്ച് രൂപയുടെ സേവ് ചെയ്ത് അത്രയും കൂടെ പുസ്തകങ്ങൾ അച്ചടിച്ച് ആർക്കും കൊടുക്കണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടാണ് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ സാധാരണ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. ഒരു ഫലിതം. ഓരോരുത്തർ ചെറുക്കൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റോഡിൽ കൂടെ ഒരാൾ പോന്നു, നടന്നു പോന്നു. എന്നിട്ട് അവൻ പറഞ്ഞു 9, 10, 9, 10. മുടന്നില്ല, 9, 10. അപ്പൻ പറഞ്ഞടാ ചിരിക്കാത്തടാ. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഒരു പൊട്ടക്കണ്ണം പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു വഴിയിലെങ്കിലും മേടല്ലേ, കൊച്ചൻ പറഞ്ഞു വഴിയിലെങ്കിലും മേടല്ലേ, സൂക്ഷിച്ച് പോകണം കേട്ടോ. അവൻ പറഞ്ഞാ മോനെ, ആളുകളെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്കും ചിലപ്പോൾ അങ്ങനത്തെ ശിക്ഷ കൊണ്ട് തരും കേട്ടോ. നമ്മളും അതുപോലെ ആയിത്തരും. നേരാണോ? അങ്ങനെ പറഞ്ഞാൽ അതുപോലെ ആയിത്തരും. അത് ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് നേരം ആലോചിച്ചു. DGS ദിനകരൻ ഹാ ഹാ ഹാ, PG വർഗീസ് ഹാ ഹാ ഹാ, ലൂലു ഹാ ഹാ ഹാ, അംബാനി ഹാ ഹാ ഹാ. എന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, ഞാനും അവരെ പോലെ ആയെങ്കിലോ. അനുഗ്രഹം വരുന്നത് പ്രയാസമാണ്, ശാപം വരാൻ എളുപ്പമാണ് കേട്ടോ. ഹല്ലേലൂയ. അതവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു കൊട്ടേഷൻ വായിച്ചു, ഒരു ഉദ്ധരണി. എനിക്ക് ഉദ്ധരണി വളരെ ഇഷ്ടമാണ്. ഒരു ഉദ്ധരണി വായിച്ചു. ഹല്ലേലൂയ. ചാൾസ് സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, പകൽ സമയം ഏതൊരു മനുഷ്യനും പാട്ട് പാടാം. സംഗീത വരികൾ, സംഗീത നോട്ടുകൾ നോക്കി വെളിച്ചമുള്ളപ്പോൾ പാടാൻ എളുപ്പമാണ്. സംഗീതം വായിക്കാൻ അറിയാവുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതായിരിക്കുമ്പോൾ, സംഗീതത്തിൻ്റെ പുസ്തകമില്ലാതെ പിയാനോ വായിക്കാൻ ഒരു സംഗീത വിദഗ്ധന് മാത്രമേ സാധിക്കുകയുള്ളൂ. രാത്രിയുടെ ഗാനങ്ങൾ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു, അവ മനുഷ്യൻ്റെ ശക്തിയിലൂടെ ലഭിക്കുന്നില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. രാത്രിയിലും പാട്ടുപാടാം. ഇന്നത്തെ എൻ്റെ വിഷയം ഇതാണ്. കൂരിട്ടുള്ള രാത്രിയിൽ നിങ്ങൾക്ക് പാട്ടുപാടാം. കൂരിട്ടുള്ള രാത്രിയിൽ ജീവിതത്തിനകത്തെ അനുഭവത്തിനകത്തെ വേദനയിലെ രോഗത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ കൂരിരുട്ടുകൾ വരും കേട്ടോ. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല. എല്ലാവർക്കും വരും, സകലർക്കും വരും. ഹല്ലേലൂയ. നാം ജീവിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ്. സാത്താനും സൈന്യവും താണ്ഡവം ആടുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമല്ലേ? നിങ്ങൾ TV ഓൺ ചെയ്ത് നോക്കിയാട്ടെ. ഹല്ലേലൂയ. വർത്തമാനപത്രം എടുത്ത് നോക്കിയാട്ടെ. 95%, 98% ബാഡ് ന്യൂസാണ്. പാപം കുറച്ച്, മഹാപാപങ്ങൾ കൂടുതൽ, ക്രൂരത കുറച്ച്, കൊടും ക്രൂരത കൂടുതൽ. അല്ലേ? കുഞ്ഞുങ്ങളെ കൊന്നിട്ട് വല്ലവരുടെയും കൂടെ പോകുന്നു. അയ്യോ, അമ്മയെ കൊല്ലുന്നു, അപ്പഴെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു. ഇനിയും ബാക്കി കുറച്ച് വായിക്കണം, ഒക്കത്തില്ല. ആളുകൾ ഇരിക്കുകയല്ലേ, കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോൾ വർത്തമാനപത്രം വായിക്കാൻ പോലും ഒക്കാത്തതായിട്ടുള്ള സാഹചര്യം. ഞാനൊരു വീട്ടിൽ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, അതിഥിയായിട്ട് ചെന്നതാണ്. ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആഹാരമൊക്കെ കഴിയുമ്പോൾ ചോദിച്ചു, ഇന്നത്തെ പത്രമുണ്ടോ? ഞാൻ കിടക്കുന്ന മുറിയിലെ കസേര ഇട്ടും വെച്ച് അവിടുത്തെ സഹോദരി മേളിലോട്ട് കയറിയിട്ട് അലമാരയുടെ മേളിൽ നിന്ന് പത്രം എടുക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇത്? മക്കൾ കാണാതെ ഒളിച്ചു വെച്ചിരിക്കുക, മക്കൾക്ക് വായിക്കാൻ കൊള്ളത്തില്ല, അതിനകത്തെ പടം കാണാൻ ഒക്കത്തില്ല. കേരളത്തിലെ പോലെയല്ല ഡൽഹിയിലെ പത്രം, എല്ലാം പടത്തിനകത്ത് വരും. നാം നോക്കിക്കഴിഞ്ഞാൽ ആശയ്ക്ക് വകയില്ലെന്ന് തോന്നാം. പണ്ടൊരു ചെറുപ്പക്കാരൻ ടെലിവിഷൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ലോകമൊന്ന് നിർത്തണമേ, ഭൂമി കറങ്ങുന്നു നിർത്തണേ, ആളിറങ്ങണം. ഇത് അന്ധകാരത്തിൻ്റെ കാലത്തിൽ ഒരു സുവിശേഷം, ഒരു ഗുഡ് ന്യൂസ്, ഒരു സുസമാചാർ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്. വേദപുസ്തകം ഉണ്ടോ കയ്യിൽ? ഉണ്ടായിരിക്കണം. നോട്ട്ബുക്ക് ഉണ്ടോ കയ്യിൽ? ഉണ്ടായിരിക്കണം. പേന ഉണ്ടോ കയ്യിൽ? ഉണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ എപ്പോഴും 2 പേന കാണും. ഒന്നല്ല, ഇപ്പോഴൊന്നല്ല, എൻ്റെ എപ്പോഴും കാണും 2 പേന ഉണ്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് ജെറുസലേമിലെ കാര്യമാണ്. 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഹെരോദ രാജാവ് സഭയിൽ ചിലരെ, ഏതു സഭയിൽ? യെരുശലേമിലെ സഭയിലായിരിക്കും, ജൂദിയയിലെ യെരുശലേമിലെ സഭയിലായിരിക്കാം. ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ആരെ ഈ ചിലരയുടെ കാര്യം?
ആരാണോ അപകടകാരികൾ അവരെയാണ് ആദ്യം പിടിക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ വാക്യം, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ വാക്യം, യോഹന്നാൻ്റെ സഹോദരനെ യാക്കോവിനെ അവർ വാൾ കൊണ്ടുവന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. ഹല്ലേലൂയ. ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അടുത്ത ആളിനെ കൂടെ പിടിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞതാണ്, മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് സബദിപുത്രന്മാരോട് പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. ഒക്കൊന്നവർ പറഞ്ഞു. മരണമല്ല, ക്രൂശ് മരണമല്ല. ഇത് ആരെക്കൊണ്ടും സാധ്യമാണ്. സാധാരണ മരണമല്ല, ക്രൂശ് മരണം സാധ്യമാണോ? സാധാരണക്കാൾ സാധിക്കത്തില്ല. എങ്കിലും ആദ്യത്തെ അപ്പോസ്തോല രക്തസാക്ഷി യാക്കോബായിരുന്നു, അതിക്രൂരമായിട്ട്. ഹല്ലേലൂയ. ബാക്കി അപ്പോസ്തലർ 3 പേര് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? പത്രോസിനെ പിടിക്കാൻ കാര്യം, അവൻ അതിപ്രധാനിയായിരുന്നു. യാക്കോബ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് പത്രോസ്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ പ്രധാനിയായിരുന്നു. യാക്കോബ് യേശു എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവനായിരുന്നു. ഒരു വശത്ത് യോഹന്നാൻ. അതുകൊണ്ട് അവനെ ആദ്യമായിട്ട് കൊന്നു. പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവനെ കൊന്നു. ഇത് പത്രോസിനെ പിടിച്ചു. എന്താ കാര്യം? പത്രോസ് അതിപ്രധാനിയായിരുന്നു. വേദപുസ്തകം പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശിമോൻ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾ സാധാരണക്കാരായിരിക്കരുത്, അസാധാരണക്കാരായി തീരണം. വിശ്വാസത്തിനകത്ത് മുമ്പോട്ട് പോകണം, വിശുദ്ധിയിൽ മുമ്പോട്ട് പോകണം, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ മുമ്പോട്ട് പോകണം. ഞാനീ പറഞ്ഞത് പ്രസിഡൻ്റ് ആകാനും സെക്രട്ടറി ആകാനും ട്രഷറർ ആകാനും ഏതെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കണമെന്നല്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ആത്മീകമായിട്ട് വളരുവാൻ, കർത്താവിനോട് അടുത്തിരിക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. 3-ാമത്തെ വാക്യം, അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടവർ പത്രോസിനെയും പിടിച്ചപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. ആദ്യത്തെ അവനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രധാനിയായിട്ടുള്ള ഒരുത്തിനെ. ഹല്ലേലൂയ. ഇന്നുകൊണ്ടല്ലേ വെബ് പേജിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ആരെങ്കിലും പറ്റിയെങ്കിലും ഒരു ദോഷമായിട്ട് പറഞ്ഞാൽ ലൈക്ക് അടിക്കുന്ന വിശ്വാസികൾ ഒത്തിരി പേരുണ്ട്. നിങ്ങളങ്ങനെയാണോ? ലൈക്ക് അടിക്കുന്നവരുണ്ട്. അടുത്തവണ്ണം ലൈക്ക് അടിക്കും, പിന്നെയും വന്നുകൊണ്ടിരിക്കും, അല്ലയോ? ഒരെണ്ണം നിങ്ങൾക്ക് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യരുത് കേട്ടോ, പ്ലീസ് തെറ്റ് ചെയ്യരുത്. അയ്യോ, ഞാൻ ആർക്കും എതിരല്ല, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും വേറെ ആളിനെ കൂടെ പിടിച്ചു. 4-ാമത്തെ വാക്യം, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച തടവിലാക്കി അവനെ കാക്കുവാൻ 4 പടയാളികളുള്ള 4 കൂട്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അടുത്ത ദിവസം തലവെട്ടാനാണ്. ഒറ്റയിടത്തിനെ കൊന്നപ്പോഴത്തേക്ക് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പലരും, അല്ലേ? ഒരു സോഷ്യൽ മീഡിയയ്ക്കകത്തൊരു ദുർവാർത്ത ഇട്ട് കഴിഞ്ഞാൽ, അല്ലേ, ഒരു ചെറിയ കാര്യം വലുതാക്കി, അല്ലെങ്കിൽ പറഞ്ഞ ഒരു തെറ്റായിട്ടുള്ളൊരു വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കഴിയുമ്പം കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായി, കൂടുതൽ ലൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ രൂപ കിട്ടും. അന്നേരം അവർ പിന്നെയും അതുപോലുള്ളത് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് അവരുടെ ജോലി. കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജോലി. ഞാൻ കേൾക്കത്തില്ല, കാരണം എൻ്റെ ചെവിയിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയതാണ്. ഇത് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാനുള്ളതല്ല, ഇങ്ങനെയുള്ള വാർത്തകൾ കാണാനുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് 14 പേരെ 16 പേരെയാക്കി. ഒരു സമയത്ത് 4 പേര് കാണും. 2 പേരെ കൂടെ കിടത്തിയിട്ട് ഇരിക്കുവാണെങ്കിലും ഓക്കെ, ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ സ്ഥലമില്ല, കഷ്ടിച്ചിങ്ങനെ മുട്ടുകുത്തി നിൽക്കാനേ ഉള്ളൂ. അവിടെ 1ഉം 2ഉം എല്ലാം സാധിക്കുന്നത്. നല്ല മണമാണ്, അല്ലേ? ഹല്ലേലൂയ. 4 പേർ. അവരുടെ 2 പേരുടെയും കാലയിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. 2 പേര് കൂടെ കിടക്കുന്നുണ്ട്, 2 പേര് വാതിക്കൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ 16 പേര് ഒന്നിച്ച് ഡ്യൂട്ടിയിലാണോ, അല്ല 4 പേര് വിധമാണ്. ഹല്ലേലൂയ. എന്താ കാര്യം? ഇത്രയും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഇയാൾ വലിയ പട്ടാളമൊന്നുമുള്ള മനുഷ്യനല്ല, ഇയാളെ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരറിയാമായിരുന്നു, ശത്രുവിന് അറിയാമായിരുന്നു അവൻ അപകടകാരിയാണ്. കാരണം എന്താ? അവൻ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ. നേരത്തെ ഒരുത്തനെ അവനെ ഇതുപോലെ ആക്കിയതാണ്, അല്ലേ? അവനെ ജയിലിലിട്ടതാണ്. അപ്പോസ്തലർ പ്രവൃത്തി 4-ാം അധ്യായത്തിനകത്ത് അവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ശത്രുവിനറിയാം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, സുവിശേഷം പ്രസംഗിക്കുന്ന മനുഷ്യൻ, യേശുക്രിസ്തു ഹൃദയത്തിലുള്ള മനുഷ്യൻ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതായിട്ടുള്ള മനുഷ്യൻ അപകടകാരിയാണ്. അന്യഭാഷ പറയുന്നവനാണെന്ന് ഞാൻ പറഞ്ഞില്ല, കൈകൊട്ടുന്നവനാണെന്ന് ഇതെല്ലാം വേണം. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷ പറയുന്നു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങളുടെ അധികം പേരിലേക്കാളും അല്ല അന്യഭാഷ പറയണം, കൈകൊട്ടണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ ഇന്നലത്തെ കഷ്ടത
ഇന്നത്തെ സഹിഷ്ണുത ശത്രുക്കളെ അമ്പരിപ്പിക്കട്ടെ. ഞങ്ങളുടെ കട്ടറായിൽ ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നത് VD ജോൺ എന്ന് പറഞ്ഞ സഹോദരനാണ്. അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവിടെയായിരുന്നു. ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ അടിച്ച് റോഡിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ചിലർ വന്നതുകൊണ്ട് ഈ സഹോദരൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ആശുപത്രിയിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങളുടെ സംഘടനയ്ക്കൊരു ഗുണമുണ്ട്. ഒരാൾ അപകടത്തിലായാൽ ആളെ ഞങ്ങൾ നോക്കും. സ്വന്തം മോനാണെങ്കിൽ നോക്കത്തില്ലയോ? എനിക്കറിയില്ല ബാക്കി എത്ര സംഘടനകൾക്ക് അത് പറയാനൊക്കുന്ന. അവരുടെ ആശുപത്രി ചിലവ് അഥവാ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം, കോർട്ട് കേസിലാണെങ്കിൽ ഒരു വക്കീലിന് എത്ര രൂപ കൊടുക്കണമെന്നറിയാം? ഒരു വക്കീലിന് ഒരു ദിവസം ചിലപ്പോൾ 1,00,000 രൂപ. ഒരു ദിവസം കൊണ്ട് കേസ് തീരത്തില്ലല്ലോ. അതിങ്ങനെ 4-5 വർഷം വലിച്ചുകൊണ്ടിരിക്കൊണ്ടിരിക്കത്തില്ലയോ? ഞങ്ങളുടെ സംഘടന കൊടുക്കും. കാരണം എൻ്റെ മോനാണെങ്കിൽ, എൻ്റെ സ്വന്തം സഹോദരനാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ലയോ? ഹല്ലേലൂയ. ആണ് ഞങ്ങളുടെ സംഘടന ഇന്ന് വരെ. ഞാൻ ഇടയ്ക്കും ചോദിച്ചു, ഞങ്ങളുടെ പ്രസിഡൻ്റൊക്കെ ചോദിച്ചു, നേരെ പറഞ്ഞ് മുഴുവൻ ചിലവ് ഞങ്ങൾ വഹിക്കുകയാണ്. ഒരാൾ അപകടത്തിലായാൽ, ഒരാൾ അറസ്റ്റിലായാൽ, ഒരാൾ അടി കൊണ്ട് കഴിഞ്ഞാൽ അയാളുടെ ആശുപത്രി ചിലവും ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കണം. എല്ലാ സംഘടനകളും നോക്കണം കേട്ടോ. വീടിച്ചോണ്ട് ഇന്നും അവിടെ സൂക്ഷിച്ചിട്ട് ഈ അടി കൊണ്ടും വെച്ചു. ഞങ്ങളൊരിക്കൽ പറഞ്ഞായിരുന്നു, ബ്രദറെ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴും കാര്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ നെഞ്ചിനകത്ത് വേദനയുണ്ട്. വേറൊരു സഹോദരൻ്റെ കാര്യം ഓർക്കുകയാണ്. ഇൻഡോറിലുള്ള ദിനൂർ റാം സോരൻ, അദ്ദേഹം കല്യാണം കഴിച്ചു. കുഞ്ഞുങ്ങളാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി സിനിമ കാണിക്കുകയാണ്. എനിക്ക് 12 സിനിമ കിട്ടി, യേശുവിനെ പറ്റിയുള്ള മശിഹാ ചരിത്രം, ഹിന്ദിയിൽ അതാത് ഭാഷകളിൽ. 12 പ്രൊജക്ടറും ക്യാമ്പസ് ക്രൂസൈഡുകാർ ഞങ്ങൾക്ക് തന്നു. സൗജന്യമായിട്ട് തന്നല്ല, തിരികെ കൊടുക്കണം. അപ്പം ഞങ്ങൾ 12 പേരെ, 24 പേരെ തയ്യാറാക്കിയിട്ട് അവരെ പലയിടങ്ങളിലോട്ട് അയച്ചു. സ്വരൻ പോയി സിനിമ കാണിച്ചു വെച്ച് തിരിച്ചു വരുമ്പോൾ സൈക്കിളിനകത്ത് പോവുകയാണ്. പ്രൊജക്ടറും എല്ലാം പുറകെ, അന്നത്തെ പ്രൊജക്ടറൊക്കെ വളരെ വലുതാണ്. കെട്ടിവെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കല്ല് വന്നടിച്ചു, താഴെ വീണു. ആളുകൾ വന്നിട്ട് കമ്പ് വെച്ചിട്ട് പാമ്പിനെ അടിക്കുന്നത് പോലെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് കേടായിപ്പോയി. പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ, അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മൂത്ത മകൻ അബിയാണ് ഇവിടെ ഉള്ളത്. അബി പറഞ്ഞ് ഇങ്ങ് വന്നാട്ടെ, അവിടുത്തെ ആശുപത്രിയൊക്കെ, ഗ്രാമങ്ങളുടെ ആശുപത്രിയൊക്കെ അത്ര നല്ലതല്ല, ഡൽഹിയിൽ കൊണ്ടുവന്നു. ഡൽഹിയിലെ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തെ ഏറ്റവും നല്ല ആശുപത്രി, അവിടുത്തെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് നോക്കി. ഒരു മലയാളി ക്രിസ്ത്യാനി ഡോക്ടറായിരുന്നു, ദൈവാധീനം കൊണ്ട് കിട്ടിയതാണ്. അദ്ദേഹം എല്ലാം നോക്കി വെച്ച് എൻ്റെ മോൻ്റെ അടുക്കൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഒരു ദുഃഖവാർത്ത പറയാനുണ്ട്. എൻ്റെ മോനോട് വിവരം പറഞ്ഞു. എൻ്റെ മകൻ സ്വരനെയും വിളിച്ചുകൊണ്ട് താഴെ വന്നു. സ്വരനും ഭാര്യയോടുണ്ട്, ഇരിക്കാൻ പറഞ്ഞു വെച്ച് പറഞ്ഞു, സ്വരൻ, ഒരു ദുഃഖവാർത്ത പറയാനുണ്ട്. നിൻ്റെ ഈ ഇടത്തെ കണ്ണുകൊണ്ട് ഇനി ഒരിക്കലും നീ കാണത്തില്ല, നിൻ്റെ കണ്ണ് പോയി. സ്വരൻ കരഞ്ഞു, പറഞ്ഞു, സാരമില്ല, ഞാൻ തിരികെ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അവിടത്തേക്ക് വീണ്ടും പോകും. എൻ്റെ മോൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഡാഡിയോട് പറയാം, വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ളതായിരിക്കും, ഇനി അങ്ങോട്ട് പോകണ്ട. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ 1 മാസത്തെ റെസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ 2 ആഴ്ചത്തെ റെസ്റ്റ് എടുത്തതിന് ശേഷം, വിശ്രമിച്ചതിന് ശേഷം ഞാൻ അവിടത്തേക്ക് പോകും. അദ്ദേഹം ഇന്നും ഞങ്ങളുടെ ലീഡറാണ്, നല്ല വേലക്കാരനാണ്. ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഇന്നലത്തെ കഷ്ടത, ഇന്നത്തെ സഹിഷ്ണുത ശത്രുക്കളെ അമ്പരിപ്പിക്കട്ടെ. വലിയൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം കർത്താവ് അദ്ദേഹത്തെ സഹായിച്ചു. 5-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇന്നലത്തെ കഷ്ടത, ഇന്നത്തെ സഹിഷ്ണുത, സഹനം നിങ്ങൾ ശത്രുക്കളെ അമ്പരിപ്പിക്കട്ടെ. 5, ഇങ്ങനെ പത്രോസിനെ തടവിൽ, എനിക്ക് എത്ര കഥ പറയാനുണ്ടെന്നറിയാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വന്നായി കഴിഞ്ഞപ്പം സഭ, അദ്ദേഹം പോകുന്ന സഭയിലെ വിശ്വാസികൾ ഒന്നിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരുടെ സഭ? യേശുവിന് ഒരു സഭയേ ഉള്ളൂ, കർത്താവിൻ്റെ സഭ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, നിങ്ങളുടെ അപ്പുറത്തുള്ള സഭയിലെ വിശ്വാസി നിങ്ങളുടെ സഹോദരനാണോ? യേശുവിൻ്റെ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനായിരിക്കണം. അതെൻ്റെ സഭയിലുള്ളതല്ല എന്ന് പറയരുത്. നോക്കണം, യേശുവിൻ്റെ സഭ, യേശുവിന് ഒരു സഭയേ ഉള്ളൂ. അത് IPC ആണോ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആണോ, മർത്തോമക്കാരാണോ, രക്ഷിക്കപ്പെട്ട എല്ലാവരും സഭയിലെ അംഗങ്ങളാണെന്ന് എൻ്റെ വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. അവൻ്റെ വേദന എൻ്റെ വേദനയാണ്. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ജയിലിൽ പോകുന്നവരുടെയൊക്കെ ഒരു ലിസ്റ്റ് വരും. ഞാനത് നോക്കിയിട്ട് കരയും. എനിക്ക് സഹായിക്കാൻ ഒക്കുമോ? എല്ലാവരെയും സഹായിക്കാൻ ഒക്കുമോ? ഇല്ല. ഈയിടയ്ക്ക് ജയിലിൽ പോയ ഒരാളുടെയൊക്കെ പറഞ്ഞു, ബ്രദറെ, എൻ്റെ 5 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടപ്പുണ്ട്, ബ്രദറിന് വക്കീൽ ഫീസ് ഇല്ലായെങ്കിൽ ഞങ്ങളുടെ സംഘടന ഉള്ളതല്ല, ഞാനത് പൊട്ടിച്ചിട്ട് തരാൻ തയ്യാറാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു? അദ്ദേഹം എൻ്റെ സഹോദരനായതുകൊണ്ട്. ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്ന്, പക്ഷേ അവന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം.
ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയെങ്കിലും അയച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. പത്രോസ് രക്ഷപ്പെട്ടു, പത്രോസിനെ രക്ഷപ്പെടുത്തി, എന്തുകൊണ്ട് യാക്കോബിനെ രക്ഷപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് യാക്കോബ് രക്ഷപ്പെട്ടില്ല? ഞാൻ പറയാം, ആരും പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അപ്പുറത്ത് കഷ്ടപ്പെടുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഒരാൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല, നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നത്. ആരും പ്രാർത്ഥിക്കാതെ ഇരുന്നെങ്കിൽ, ഇല്ല, പ്രാർത്ഥിക്കണം. വേറൊരാൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി, അറസ്റ്റായ ഒരാൾക്ക് വേണ്ടി, അടികൊണ്ട ഒരാൾക്ക് വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ, 6-ാമത്തെ വാക്യം, ഹെരോദാവ് അവൻ്റെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. തലേരാത്രിയിൽ. ചിലപ്പോൾ ദൈവം അവസാന നിമിഷങ്ങളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം. എന്തുകൊണ്ട് അത്രയും നേരം കാത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കും ആഗ്രഹമുണ്ട് സംഭവിക്കുമ്പോഴേ, കുറച്ച് പേര് അടിക്കാൻ വരുമ്പോഴേ അവരെല്ലാവരും പൊട്ടക്കണ്ണന്മാരായി പോയിരുന്നെങ്കിൽ, അവരടിക്കാൻ വരുമ്പോഴേ അവർക്ക് കൈ പൊക്കാൻ ഒക്കാതെ വന്നിരുന്നെങ്കിൽ, ഗ്രാം സ്റ്റെയിൻസിനെ കൊല്ലാൻ പോയവർ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവരെല്ലാം ഉറഞ്ഞു പോയിരുന്നെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. ഹല്ലേലൂയ. പത്രോസ് ഇതെന്ത് ചെയ്തു? ഈ സമയത്ത് അവൻ നെഞ്ചത്തടിച്ചില്ല, മൊബൈൽ ഫോൺ എടുത്ത് SMS അയച്ചില്ല, ഇതാ എൻ്റെ അവസാനമായിട്ടിരിക്കുന്നു, ഞാൻ അവസാന സമയത്തായിപ്പോയി, നാളെ എൻ്റെ തല കാണത്തില്ല, എൻ്റെ ഭാര്യ വിധവയായിപ്പോവും എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇവിടെയുള്ള കാരാഗ്രഹത്തിലെ പത്രോസ് ഒരു പാപിയെ കാണിക്കുന്നു. മെസ്സേജിനകത്ത് ഒരു അല്പം ഒന്ന് മാറി ചിന്തിക്കാൻ പോവാണ്. എന്താണ് കാരണം? അവൻ്റെ നിഴലാണ്. ഹല്ലേലൂയ. പത്രോസ് പാപിയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഒരു പാപിയെ കാണിക്കുന്നുണ്ട്. പാപത്തിൻ്റെ കാരാഗ്രഹം, കുറ്റബോധത്തിൻ്റെ ജയിൽവാസം, പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല, ആശയ്ക്ക് വകയില്ല. ഇതിനകത്ത് നിരാശനായി കുറ്റബോധത്തിൽ ജീവിച്ച് കുറ്റബോധത്തിൽ മരിക്കും. 4 ഭിത്തി, ഒരു വാതിൽ. പുറത്തും 3 ഭിത്തികളുണ്ട്, അവിടെയും 3 വാതിലുകളുണ്ട്. ആദ്യത്തെ മതിൽ കടക്കാൻ പ്രയാസം, രണ്ടാമത്തതും പ്രയാസം. ഹല്ലേലൂയ. കാലിൽ ചങ്ങലയാണ്. ആ ചങ്ങലയോടൊപ്പം 2 പടയാളികൾ 2 വശത്തുമുണ്ട്. ഈ ചങ്ങല അനങ്ങിക്കഴിഞ്ഞാൽ ആ പടയാളി അടിക്കും. അയാൾ പട്ടാളക്കാരനാണ്, അയാൾ അടിക്കും. അവൻ അനങ്ങാൻ പോലും ഒക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ച ഇത് ഒരു പാപിയെ കാണിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നവന് സിഗരറ്റിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒക്കുന്നില്ല. എത്രയോ സിഗരറ്റ് വലിക്കുന്നവർ ചോദിച്ചു, എത്ര പ്രാവശ്യം സിഗരറ്റ് വലി വിട്ടിട്ടുണ്ടോ? പല പ്രാവശ്യം. ഞാൻ ലില്ലിയുടെ തലയെ കൈവച്ച് സത്യം ചെയ്തിട്ടുണ്ട്, ഇനി സിഗരറ്റ് വലിക്കത്തില്ല. പക്ഷേ വലിച്ചു. വേദപുസ്തകത്തിൽ കൈവച്ച് സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ പക്ഷെ വലിച്ചു. ഹല്ലേലൂയ. കള്ളു കുടിക്കുന്നവരോടൊക്കെ ചോദിച്ചാട്ടെ, കള്ളം പറയുന്നവരോടൊക്കെ ചോദിച്ചാട്ടെ, നിങ്ങളെല്ലാവരും പാപം ചെയ്തവർ വീണ്ടും പാപം ചെയ്യാൻ ആഗ്രഹം തോന്നും, നിർബന്ധിതരാകും. ഞാൻ എൻ്റെ കുറ്റബോധം കൊണ്ട്, സിഗരറ്റിൻ്റെ കുറ്റബോധം, പപ്പായുടെ പൈസ മോഷ്ടിക്കുന്നതിൻ്റെ കുറ്റബോധം, അമ്മച്ചിയെ കരയിപ്പിക്കുന്നതിൻ്റെ കുറ്റബോധം, അതുകൊണ്ട് ആലഞ്ചേരി കണ്ണങ്കോട്ട് പള്ളിയിൽ പോയിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മീൻകുളത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോയിട്ട് അച്ഛനോട് ഞാൻ കുമ്പസാരിച്ചു. പെന്തിക്കോസിലെ പാസ്റ്റർ KM തോമസ്, വളക്കുവട്ടം KM തോമസ് പാസ്റ്റർ വന്നെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പന്തളത്തെ യാക്കോബ് പള്ളിയിൽ പോയിട്ട് ഞാൻ ആ NSS കോളേജിൻ്റെ മെഡിക്കൽ ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള പള്ളിയിൽ പോയിട്ട് ഞാൻ കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു. തുമ്പമണ്ണുള്ള യാക്കോബ് പള്ളിയോടെ പോയി എന്നോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തലയനാട്, പന്തളത്തിന് അപ്പുറത്ത് അടുത്ത് ഉള്ളതാണ്, തലയനാട് പള്ളി അവിടെ പോയി നിന്നിട്ട് ശവക്കല്ലയുടെ വാതിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടിയില്ല. ക്ഷേത്രങ്ങളിൽ പോയി, തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി, ഹല്ലേലൂയ, എങ്കിലും എനിക്ക് വിടുതൽ കിട്ടിയില്ല. 12 സിഗരറ്റ് ഞാൻ ഒറ്റ ഇരിപ്പിരുന്ന് വലിക്കുമായിരുന്നു. 2 സിഗരറ്റ് ഒന്നിച്ചു വെച്ച് വലിക്കുമായിരുന്നു. പാണ്ടിക്കാരുടെ ചുരുട്ട് അരയണയാണ്, 3 പൈസ, അത് വാങ്ങിച്ചു വെച്ച് വലിക്കുമായിരുന്നു. അന്ന് വിലയുള്ളതാകട്ടെ, ഒരു ചായയുടെ വിലയാണ്. അത് ഞാൻ വലിക്കുമായിരുന്നു. എനിക്ക് വിടുതൽ കിട്ടിയില്ല. 4 ഭിത്തികൾക്കുള്ളിൽ കിടക്കുന്ന ഒരു പാപിയെ കാണിക്കുകയാണ്. തൊടാനൊക്കുന്നതായിട്ടുള്ള പാപം എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ, തൊടാനൊക്കുന്നതായിട്ട് സിഗരറ്റ് വലി, കള്ളുകൂടി എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വെളിച്ചം അടിച്ചാലും കാണാൻ കഴിയുന്നില്ല. പത്രോസ് ഉറങ്ങുകയാണ് അല്ലേ? ആരെങ്കിലും കതക് തുറന്നാലും പത്രോസ് അറിയത്തില്ല. നിങ്ങൾ ട്രെയിനിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിനകത്ത് എല്ലാം കുലുങ്ങി രാത്രി എല്ലാവരും ഉറങ്ങുക. ആ ഉറങ്ങുന്നവരുടെ മധ്യത്തിൽ ഒരാളുണ്ടെന്നാലും, ഒരാൾ കയറി വന്നാലും അറിയത്തില്ല. അതുപോലെ പാപത്തിനകത്ത് ഉള്ള 16 കാവൽക്കാർ, 2 ചങ്ങലകൾ. ശത്രു ഒരിക്കലും റിസ്ക് എടുക്കുന്നില്ല നിന്നെ രക്ഷപ്പെടാനായിട്ട്. അവനെല്ലാം നോക്കും നിന്നെ രക്ഷപ്പെടുത്താതിരിക്കാനായിട്ട്, നിൻ്റെ ദുസ്വഭാവത്തിനകത്ത് കെട്ടിയിടാനായിട്ട്. അവനറിയാം. അതുകൊണ്ട് 16 പട്ടാളക്കാരെ ഇട്ടു.
എന്താ കാര്യം? അവൻ അപകടകാരിയാണ്. അവൻ അന്യഭാഷ പറയുന്നത് കൊണ്ടാണോ? അല്ല. അവൻ കുലുങ്ങുന്നത് കൊണ്ടാണോ? അല്ല. വേദപുസ്തകം വായിക്കുന്നത് കൊണ്ടാണോ? അല്ല. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ്? അവൻ സുവിശേഷം പറയുന്നവനാണ്. പിശാചിൻ്റെ നോട്ടത്തിൽ അപകടകാരി അന്യഭാഷ പറയുന്നതല്ല, കുലുങ്ങുന്നതല്ല, കൈയടിക്കുന്നതല്ല, പിന്നെന്താണ്? ഹല്ലേലൂയ, സുവിശേഷം പറയുന്നവൻ, രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നവൻ. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഈ പണിക്ക് പോകണ്ട എന്ന് പറയാനാണോ? അല്ല അല്ല അല്ല. ഹല്ലേലൂയ. ഞാൻ പിന്നീട് അതിനെപ്പറ്റി പറയാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിനകത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സൽപ്രവർത്തികൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അവനെ പറ്റിയിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്. ഈ പത്രോസും യോഹന്നാനും അവർക്ക് മനസ്സിലായി അവൻ അപകടകാരിയാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കും. അവൻ പാപികളോട് പറയും, നിങ്ങൾ പാപം ചെയ്യരുത്, യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് അവൻ അപകടകാരിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ രാജ്യത്തിൻ്റെ ശത്രുവാണ്. ആരുടെ രാജ്യത്തിൻ്റെ? അന്ധകാരത്തിൻ്റെ രാജ്യത്തിൻ്റെ. ഏത് രാജ്യത്തിൻ്റെ? ശത്രുവിൻ്റെ രാജ്യത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ ശത്രുവിൻ്റെ. അതിനാൽ പറഞ്ഞു, ഹല്ലേലൂയ, ഹെരോദ് രാജാവിനെ പിശാച് ഉപയോഗിച്ചു പത്രോസിൻ്റെയും തലവെട്ടാനായിട്ട്. ഓർക്കണം, നമ്മുടെ ശത്രു രാഷ്ട്രീയക്കാരല്ല. ഓർക്കണം, നമ്മുടെ ശത്രു നിരീശ്വരവാദികളല്ല. ഓർക്കണം, നമ്മുടെ ശത്രു സോഷ്യൽ മീഡിയക്കാരുമല്ല, പിശാചാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാചാണ്. ശത്രു പത്രോസിനെ തളച്ചു. വിചാരിച്ചു ഇനി രക്ഷയില്ല, അവന് രക്ഷ കിട്ടത്തില്ല. നാളെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തും, എല്ലാവരും കാണെ ശിരച്ഛേദം ചെയ്യും. ഹല്ലേലൂയ. പത്രോസിനെ ജയിലിലിട്ടതിന് ശേഷം നരകത്തിൽ ഭയങ്കര പാർട്ടിയായിരിക്കും. കള്ള് പാർട്ടി, കഞ്ചാവടി പാർട്ടി. ഒന്നാമനെ നമ്മൾ തളച്ചു. വേറത്തിനെ കൊന്നല്ല പ്രാർത്ഥിക്കുന്നതിനെ, എവനെയും കൂടെ നമ്മൾ കൊല്ലാൻ പോവാണ്. ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ കൊല്ലും. 11 പേരല്ലേ, നമുക്ക് 11 പേരെ തട്ടിക്കളയാം. അല്ലെങ്കിൽ 12 പുതിയ ആളോട് വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാത്തിനെയും തട്ടിക്കളയാം. അവരുടെ പ്രവർത്തനം നിർത്തും. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾക്കൊരു സുവിശേഷ വേലക്കാരൻ്റെ തലവെട്ടാം, പക്ഷേ സുവിശേഷത്തിന് തലവെട്ടാൻ സാധ്യമല്ല. നിങ്ങൾക്കൊരു സുവിശേഷ വേലക്കാരനെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ സുവിശേഷത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഏത് രാജ്യത്താണ് സുവിശേഷത്തെ അറസ്റ്റ് ചെയ്തത് പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ പത്രോസിനെ പോലെ ആ അവസ്ഥയിലാണോ? ഹല്ലേലൂയ. പത്രോസിനെ പറ്റി പിശാചിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് നിന്നെപ്പറ്റിയും ഒരു പ്രത്യേക വേറൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ പത്രോസിനെ പോലെയാണോ? ആശയ്ക്ക് വകയില്ലാതിരിക്കുകയാണോ? നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ഭാര്യ രക്ഷിക്കപ്പെടത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ മകൻ നേരെയാകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ നാട്ടുകാർ രക്ഷിക്കപ്പെടത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു സഭ ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കട്ടറായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു സഭ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റാർക്കും ചെയ്യാനൊക്കാത്ത വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവനാമം മഹത്വപ്പെടും. പലരും നിരാശയുടെ ജയിലിൽ കഴിയുകയാണ്. അവർ പറയും ഇവിടെ കഴിഞ്ഞോളാം, ഇവിടെ സുഖമാണ്. അങ്ങനെ ഒരു തകരാറുണ്ട് കേട്ടോ. അങ്ങനെ തകരാറുണ്ട് കേട്ടോ. നമ്മൾ ഒരിടത്തൊരു തത്തമ്മയെ പണ്ടൊരിക്കൽ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരു തത്തമ്മയെ പിടിച്ചിട്ട് ഒരു കൂട്ടിനകത്തിട്ടിരിക്കുകയാണ്. അവിടുത്തെ കൊച്ചൻ ചെന്നിട്ട് രാവിലെ 4 കപ്പലണ്ടി കൊടുക്കും, വൈകുന്നേരം 3 കടല കൊടുക്കും, പിന്നെ അരമുറി പഴം കൊടുക്കും, കുറച്ച് വെള്ളവും കൊടുക്കും. തത്ത ഹാപ്പിയാണ്. അതിനകത്തൊരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിനകത്തിരുന്നുകൊണ്ട് തത്തമ്മ പാട്ട് പാടുകയാണ്. ഐ എം വെരി ഹാപ്പി കുർ കുർ കുർ, ഐ എം വെരി ഹാപ്പി കുർ കുർ. 3 കപ്പലണ്ടി കുർ കുർ കുർ, ഐ എം വെരി ഹാപ്പി കുർ കുർ കുർ. അരമുറി പഴം കുർ കുർ കുർ, ഇച്ചിരി വെള്ളം കുർ കുർ കുർ, 5-6 കടല കുർ കുർ, ഐ എം വെരി ഹാപ്പി. അന്നേരം ഒരു കൊച്ചൻ അവിടെ വിസിറ്ററായിട്ട് ചെന്നു. അവൻ കണ്ട് തത്തമ്മ ഇരുന്നുകൊണ്ട് പാട്ട് പാടുന്നു കുർ 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 കുർ. അവർ ചെന്ന് വെച്ച് പതുക്കെ അതിൻ്റെ കൂടെ അങ്ങ് തുറന്നു. എന്നിട്ട് പറഞ്ഞ അത്തമ്മയെ പറന്നു പോയാട്ടെ, വേണ്ട ഐ എം വെരി ഹാപ്പി ഇയർ കുർ കുർ കുർ. പലരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഹാപ്പിയാണ്. 50 പേരെ കിട്ടിക്കഴിഞ്ഞാൽ സഭ ഹാപ്പിയാണ്. 2 മുറിയുടെ ഒരു വീട് കിട്ടിക്കഴിയുമ്പോൾ ഹാപ്പിയാണ്. ചെറിയൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഹാപ്പിയാണ്. ഹല്ലേലൂയ. ഹാപ്പി ആയിരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ തത്തമ്മയുടെയൊക്കെ ചെറുക്കം പറഞ്ഞു, തത്തമ്മയെ പുറത്ത് വന്നാട്ടെ, ഞാൻ കൂട് തുറന്നു വിട്ടിരിക്കുകയാണ്. പെരിയാറിനകത്തെ വെള്ളം മുഴുവൻ നിനക്കുള്ളതാണ്, പമ്പ നദിയിലെ വെള്ളം മുഴുവൻ നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. കുട്ടനാടുള്ള നെല്ല് മുഴുവൻ നിൻ്റേതാണ്, ആന്ധ്രയിലുള്ള നെല്ല് മുഴുവൻ നിൻ്റേതാണ്, പഞ്ചാബിലുള്ള ഗോതമ്പ് മുഴുവൻ നിൻ്റേതാണ്, തമിഴ്നാട്ടിലുള്ള കടല മുഴുവൻ നിൻ്റേതാണ്, കപ്പലണ്ടി മുഴുവൻ നിൻ്റേതാണ്. പോ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, കൂട്ടിലായിരിക്കുന്നതിൽ സമാധാനം കണ്ടെത്തുവാൻ, സന്തോഷം കണ്ടെത്തുവാൻ വിസമ്മതിക്കുക, പുറത്തു വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ പറഞ്ഞേക്കാം എനിക്ക് വീട് നടക്കത്തില്ല. അടിമാടിയിലുള്ള ഒരു സഹോദരൻ, പേര് പറയുന്നത് ശരിയാണ്, വേണ്ട, എനിക്ക് കൂടെ പറയും, വലിയ പ്രയാസമാണ്. ഒരു മുറിയിലാണ് ഞാനും എൻ്റെ ഭാര്യയും മക്കളും അമ്മയും കൂടെ കിടക്കുന്ന ഒരു മുറിയിലാണ്. എന്ത് പ്രയാസമാണെന്നറിയാം. പറഞ്ഞു ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു ഒരു മുറിക്കൂടെ എനിക്ക് പറയും ഒരു മുറിക്കൂടെ പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചാൽ എന്താ പണിയാത്ത? നടക്കത്തില്ല ബ്രദറെ,
കൊച്ചു പണിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു നടക്കും, ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ. അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ല. ഞാൻ പറഞ്ഞു നടക്കും, എൻ്റെ വിശ്വാസം നമുക്ക് ഒന്നിച്ചു പിടിക്കാം, എൻ്റെ വിശ്വാസത്തോട് ഒന്നിച്ചു പിടിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 4 മുറി. ആർക്ക്? ഒന്ന് അമ്മയ്ക്കും മോക്കും കൂടെ കിടക്കാൻ, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഇദ്ദേഹത്തിൻ്റെ മോക്കും കൊടുക്കാൻ, ഒന്ന് തങ്ങൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ, ഒന്നിനകത്ത് മക്കൾക്ക് കിടക്കാൻ. അപ്പോൾ എത്ര മുറിയായി? 3 മുറിയായി. ഞാൻ പറഞ്ഞു PG പരീക്ഷ വരുമ്പോൾ PG പരീക്ഷ കിടക്കാൻ 1 മുറി. അങ്കിളെ 1 മുറി കൂടെ കിട്ടി. ഇല്ല, 4 മുറി. പ്രാർത്ഥിക്കട്ടെ. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തെന്ന് വെച്ച് പറഞ്ഞു 4 മുറി പണിതോ. ഹല്ലേലൂയ. നിങ്ങൾ തത്തമ്മയായിരിക്കുന്നത് പോലെ കുറുക്കുർ, 4 കപ്പലണ്ടി കുറുക്കുർ, ഇച്ചിരി വെള്ളം കുറുക്കുർ, അരമുറിപ്പഴം കുറുക്കുർ, 5-6 കടല കുറുക്കുർ. അല്ല, പുറത്ത് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുണ്ട്. ഒരിക്കലൊന്നും അല്ല സംഭവിച്ചു കേട്ടോ. പുത്തൻകാവിലൊരു സഹോദരി, ആലപ്പുഴയിൽ വേറൊരു സഹോദരി. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ തടങ്കലിൽ കിടയരുത്. സാത്താൻ പൊക്കിയ മതിലിനകത്ത് കിടക്കരുത്. അവിടെ താമസിച്ചത് മതി പുറത്തു വരിക. കഥ കടഞ്ഞിരിക്കുകയാണോ? കഥകൾ നോക്കിയിരിക്കാതെ, കരയാതെ, വാക്ക് പറഞ്ഞവനെ വിശ്വസിക്കുക. ആ വാതിലിനെ നോക്കിക്കൊണ്ടോ ഓ ഇതിനകത്ത് പുറത്ത് വരാനൊക്കത്തില്ല. ഹല്ലേലൂയ. പുറത്ത് വരാനൊക്കും. യോഹന്നാൻ 21:18 യേശുക്രിസ്തു പറഞ്ഞാണ്. ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുകയാണ് കേട്ടോ. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുക ചെയ്യും. ഹല്ലേലൂയ. നീ ഇപ്പോൾ ചെറുപ്പക്കാരനാണ്. ഹല്ലേലൂയ. പക്ഷേ നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ അവൻ ജയിലിലാണ്. അവനവിടെ കിടന്നപ്പോഴവൻ ഓർമ്മ വന്നു. ജയിലിൽ കിടന്നപ്പോൾ അവൻ സുഖമായിട്ട് ഉറങ്ങി. എന്താ ഉറങ്ങാൻ കാര്യം? പണ്ട് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു വചനം യേശുക്രിസ്തു അവനോട് പറഞ്ഞതാണ്. നീ ഇപ്പോൾ യൗവനക്കാരനാണ്, എന്നാൽ നീ വയസ്സന, അത് കഴിഞ്ഞിട്ട് നീ മരിക്കത്തുള്ളൂ. അവൻ നോക്കി, അവൻ്റെ താടിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരിക്കും. ഇങ്ങനെ നോക്കിയപ്പോഴാണ് 2-3 മാത്രമേ നരച്ചിട്ടുള്ളൂ. അത് നരയ്ക്കാൻ തുടങ്ങിയത് കാണത്തേ ഉള്ളൂ കേട്ടോ. കാണിക്കാണ് അവന് മനസ്സിലായി അവൻ ഇപ്പോഴേക്കും മരിക്കത്തില്ല. എൻ്റെ യേശുക്രിസ്തു പറഞ്ഞു നീ പ്രായമാകുമ്പോഴേ മരിക്കത്തുള്ളെന്ന്. അവൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാം, യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കാം. നിങ്ങളുടെ വേദപുസ്തകം ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ദൈവദാസന്മാർ നിങ്ങളോട് പ്രവചിച്ചതൊക്കെ അതിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ആദ്യത്തെ പേജുകളിൽ, അവസാനത്തെ പേജുകൾ എഴുതി വയ്ക്കണം. എന്നിട്ട് വിശ്വസിക്കണം, കർത്താവ് എന്നോട് ഇങ്ങനെ വാക്ക് പറഞ്ഞു, അത് സംഭവിക്കും. ഹല്ലേലൂയ. 4 ഭിത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമില്ല, നീ രക്ഷപ്പെടും. 16 കാവൽക്കാർ, സാരമില്ല, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ചങ്ങല, സാരമില്ല, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു. അങ്ങനെ അവൻ അകത്ത് വരികയും യേശു പറഞ്ഞതാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. നീ യേശുവിലൂടെ കടക്കാമെങ്കിൽ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും, മേച്ചൽപ്പുറം കണ്ടെത്തുകയും. അകത്ത് വരണം കേട്ടോ. ഹല്ലേലൂയ. പുറത്ത് നിന്നാൽ പോരാ, അകത്ത് വരണം. എന്നിട്ട് നീ പുറത്ത് പോകുമ്പോഴാണ് നിനക്ക് മേച്ചൽപ്പുറം കണ്ടെത്തുന്നത്. ഞാൻ പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ എനിക്ക് 7 സെൻറ്റ് ഭൂമി വാങ്ങിച്ചായിരുന്നു. പപ്പ വാങ്ങിച്ചു തന്നാണ്. ഞാൻ അയച്ച രൂപ കൊണ്ട് പപ്പ വാങ്ങിച്ചു തന്നാണ്. എനിക്കൊരാഗ്രഹം, ഇതൊരു ചർച്ചിന് കൊടുക്കണം. കാരണം ഞങ്ങളുടെ നാട്ടിൽ ചർച്ചില്ല, കത്തോലിക്കർക്കില്ല, യാക്കോബന്മാർക്കും ചർച്ചില്ല. ഒരു 3-4-5 ക്രിസ്ത്യാനികളേ ഉള്ളൂ. 1-2 ഒരു യാക്കോബക്കാരൻ, 2 മർത്തോമക്കാർ, പിന്നെ അപ്പുറത്ത് പള്ളിയിൽ എങ്ങും പോകാത്തൊരു 3-4-5 വീട്ടുകാർ. ഞാൻ വിചാരിച്ചു കൂടെ ചർച്ച കൊടുക്കണം. ഞാൻ പലരോടും ചോദിച്ചു, ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല. അവസാനം അസംബ്ലീസ് ഓഫ് ഗോഡിലെ കുഞ്ഞുമ്മൻ സാറിനൊരാഗ്രഹം വന്നു. കാരണം അദ്ദേഹം എൻ്റെ പപ്പായി ഒരു നാട്ടുകാരാണ്, മാവേലിക്കര, കൊല്ലകടോ, കല്ലിമേല, അവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ ഒരാഗ്രഹം തോന്നി, തന്നല്ല അവരുടെ സെൻറ്റർ പുനലൂരാണല്ലോ, അതുകൊണ്ട് അവർക്കൊരാത് പറഞ്ഞ് പണിയാം. ഞാൻ അവധിക്ക് എന്ന് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ കറസ്പോണ്ടൻസാണ്, ഞാൻ അവധിക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുമ്മൻ സാറിനെ കാണാനായിട്ട് പുനലൂർ അസംബ്ലീസുകാരുടെ ബാബി കോളേജ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടാൽ സങ്കടം തോന്നും. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ആഹാരമൊക്കെ കഴിക്കുന്നതിൻ്റെ കുറവ് കൊണ്ടുകൂടെയൊക്കെയാണ്. ബ്ലേഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് താടി വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഷർട്ട് പഴയതായിട്ട് അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. എൻ്റെ പാൻറ്റ് കീറി തുന്നി തയ്ച്ചതാണ് മുട്ടിൻ്റെ അവിടെ. എൻ്റെ ഷൂസും വളരെ പഴയതാണ്. അദ്ദേഹം എൻ്റെ വെളിയിൽ നിർത്തി ആ വർത്താനം പറഞ്ഞ്. മറ്റൊന്നുകൊണ്ടൊന്നും അല്ല, അദ്ദേഹത്തിന് വെളിയിലായതുകൊണ്ട് അതിനെ അകത്തോട്ട് കയറ്റാഞ്ഞിരുന്നു, അതകത്തല്ലായിരുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഒരു സായിപ്പ് അവിടെ ഉണ്ടായിരുന്നു. റവറൻ സ്റ്റെപ്സ്, മിഷണറിയാണ്. അദ്ദേഹം അതുവഴി വന്നു. കുഞ്ഞുമ്മ സാർ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇതാണ് PG വർഗീസ്, പാണയത്ത് നമുക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞ മനുഷ്യൻ. സ്റ്റെപ്സ് അവിടെ വന്നു. അദ്ദേഹം അവിടെ വന്ന് ചെണ്ടുക്കൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. വേറെ എന്തുമാത്രം ഭൂമിയുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഇതാണ് എൻ്റെ സ്വത്ത്, വേറെ ഒന്നുമില്ല. ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ കാശ്മീരിലെ മിഷണറിയാണ്. അവിടെ നിങ്ങൾക്ക് ചർച്ച ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഇത് വിറ്റിട്ട് നിങ്ങൾ കാശ്മീരിൽ ഒരു ചർച്ച് പണിയുന്നില്ല? ഞാൻ പറഞ്ഞു, എൻ്റെ ഗ്രാമത്തിലുള്ളവർ സുവിശേഷം കേൾക്കണം എന്ന് എനിക്കൊരു താല്പര്യം, അതുകൊണ്ടാണ്. അദ്ദേഹം വികാരഭരിതനായി.
അദ്ദേഹം തൻ്റെ ബെൽറ്റിനകത്തോട് ഇങ്ങനെ കൈ കിട്ടും, എൻ്റെ അടുക്കലോട്ട് ഇങ്ങോട്ട് ചേർത്ത് വന്നു വെച്ച് പറഞ്ഞു, യങ് മാൻ, നിനക്ക് 23-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം അറിയാം. 23-ാമത്തെ സങ്കീർത്തനം അറിയാം, 6-ാമത്തെ വാക്യം ഏതാണെന്ന് അന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു അതെനിക്ക് ശരിയായിട്ട് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിൻപറ്റും. നീ ദൈവത്തിൻ്റെ പിന്നാലെ പോകാമെങ്കിൽ ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ പിന്നാലെ വരും. നീ വേട്ടപ്പട്ടികളെ കണ്ടോ? ഞാൻ കാട്ടുപ്രദേശത്തു നിന്ന് വന്നതാണ്. എൻ്റെ വീട് പാണയത്ത് കാട്ടുപ്രദേശമാണ്. അന്നവിടെ പൈലി ഔദ എന്ന് പറയുന്ന 2 വേട്ടക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അവർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ വനത്തിലോട്ട് പോകുന്നത് ഞങ്ങളുടെ പപ്പ ജോലി ചെയ്യുന്ന തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ കയറിപ്പോകുന്നത്. അതിലെ കൂടെ പോകുന്ന സമയത്ത് 2 പേരുടെയിലും ഓരോ തോക്ക് ഇങ്ങനെ കാണും, തോളെ വെച്ചുകൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്, വനത്തിലോട്ട് പോകുന്നത്. വല്ല എന്തെങ്കിലും മൃഗത്തെ വെടിവെക്കാനായിട്ട് പോകുന്നതാണ്. എൻ്റെ കൊച്ചു വേട്ട മൃഗത്തെ കണ്ടിട്ടുണ്ട്, വേട്ടപ്പട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു ആ വേട്ടപ്പട്ടികളുമായിട്ട് വേട്ടക്കാരൻ അങ്ങോട്ട് പോകും. അങ്ങോട്ട് ചെല്ലുന്ന സമയത്തായിരിക്കും ഒരു മുയലിനെ കാണുന്നത്. ആ മുയലിനെ അവരെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും. അന്നേരം അവരോട് പട്ടികളൊക്കെ പറയും, പട്ടികളെ പോയി പിടിച്ചാട്ടെ. ആ പട്ടി നേരെ ചെന്ന് വെച്ച് ഏതെങ്കിലും ഒരു ഗുഹയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ, ഒരു കുറ്റിക്കാട്ടിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് വെച്ച് കുറച്ചും വെച്ച് യജമാനൊക്കെ പറയും, വന്നാട്ടെ, എവനെയാണ് പിടിക്കേണ്ടത്, എവനാണ് നീ തിരയുന്നതായിട്ടുള്ള കാട്ടുമൃഗം, പിടിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസേ, നീ ദൈവത്തിന് വേണ്ടി നിനക്കുള്ള സ്വത്ത് തരികയാണ്, നിനക്ക് വേറെ സ്വത്തില്ലെന്ന് നീ പറഞ്ഞു, ആ സ്വത്ത് നീ ഞങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ. ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിന് 2 വേട്ടപ്പട്ടികളുണ്ട്, നന്മയും കരുണയും. ഈ വേട്ടപ്പട്ടികൾ നിൻ്റെ പിന്നാലെ വരും, നിന്നെ പിടിച്ചെടുത്തിട്ട് യേശുവിൻ്റെ അടുക്ക കൊണ്ടിട്ടിട്ട് പറയും, എവനാണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് സ്വത്ത്, ഏക സ്വത്ത് ഞങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി തന്നത്, അവനെ അനുഗ്രഹിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറയും. ഞാനന്ന് വിശ്വസിച്ചില്ല. ബ്ലേഡ് വാങ്ങിക്കാൻ പൈസ ഇല്ല, ഷർട്ടിൻ്റെ നിറം മങ്ങിക്കഴിഞ്ഞു, പാൻറ്റ് കീറിയതാണ്, ഷൂസ് കീറി തയ്ച്ചതാണ്. എനിക്കെന്തോ നന്മ വരാൻ 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വിദേശത്ത് എല്ലാം അങ്ങനൊന്നും ഒരു വിചാരമില്ല. അതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല ഞാൻ വിശ്വസിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 72, 82, 92, 95 ആയപ്പോൾ എൻ്റെ വിചാരം 1995 ഞാൻ ഹൈദരാബാദിൽ ഒരു കൺവെൻഷൻ നടത്തുകയാണ്. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ്റെ കൺവെൻഷൻ. ഞാനാണ് സംഘാടകൻ. ഞാനവിടെ ചെന്ന് ഓരോ സഭകളിലും കയറി ചെന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ചെന്നപ്പോൾ ആ സ്റ്റാഫ്സ് സാഹിബാണ് അവിടുത്തെ പാസ്റ്റർ, അസംബ്ലീസ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്റർ. ഞാനവിടെ ചെന്നു. അദ്ദേഹം എനിക്ക് ഞായറാഴ്ച പ്രസംഗിക്കാൻ സമയം തന്നു. ഞാനവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് ഓർമ്മ കാണത്തില്ല ചിലപ്പോൾ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞാൻ വിചാരിച്ചു എനിക്കെന്തോ നന്മ വരാനാ. ബ്ലേഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത മനുഷ്യൻ, ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യൻ, ഒരു ഷൂസ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എവിടെയെങ്കിലും പോയാൽ ദൈവത്തിൻ്റെ നന്മയും കരുണയും എൻ്റെ പുറകെ വരികയാണ്. എനിക്ക് നന്മയും കരുണയും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, കാശ്മീരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, പഞ്ചാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒറീസയിലേക്ക് ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെക്കലും പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പുറകെ പോകാമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ പുറകെ വരും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മെച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. കേട്ടോ, എന്തിന് നീ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കണം? എന്തിന് നീ കൽഭിത്തികൾക്കുള്ളിൽ പാപത്തിൻ്റെ ബന്ധിതനായിട്ട് കഴിഞ്ഞ് മരിക്കണം? ഞാൻ ചോദിക്കുകയാണ്. നല്ലൊരു മേച്ചൽപ്പുറം യേശുക്രിസ്തു നിനക്കായിട്ട് കാണിച്ചു തരും. കേട്ടോ, ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഞാൻ അവളെ, യേശു തൻ്റെ വിശ്വാസിയെ, തൻ്റെ സ്ത്രീ പുരുഷൻ ആരായിരുന്നാലും തൻ്റെ വിശ്വാസിയെ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായി സംസാരിക്കും. 15, അവിടെ ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. തുടർന്നു യൗവനകാലം തിരികെ കൊടുക്കും. ഹല്ലേലൂയ. എൻ്റെ ആളുകൾ ചോദിക്കും, വർഗീസ് നിൻ്റെ സൗന്ദര്യത്തിൻ്റെ എൻ്റെയൊക്കെ ചോദിക്കും, സൗന്ദര്യം എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല, എങ്കിലും നിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്തുവാ കഴിക്കുന്നത്? എൻ്റെയൊക്കെ എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന്, ഒരു TV പ്രോഗ്രാമിന് മേക്കപ്പ് ചെയ്യുന്നിരിക്കും, എന്തോ ക്രീമാണ് ഉപയോഗിക്കുന്നത്, തലേ പെരട്ടുന്നെണ്ണ. അയ്യോ, ഞാൻ വേറെ ഒന്നും പെരട്ടിട്ടെന്ന് പറഞ്ഞില്ല കേട്ടോ, പെരട്ടിയാട്ടെ. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് കാണിക്കുന്ന സൗന്ദര്യം, എനിക്ക് തന്നിരിക്കുന്ന ബുദ്ധി, എനിക്ക് തന്നിരിക്കുന്ന പരിചയം, ഞാൻ അവളെ, നിന്നെ, എന്നെ, ഹല്ലേലൂയ, മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായി സംസാരിക്കും. അവിടെ ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. യൗവനകാലം തിരികെ കൊടുക്കും. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഗോഡ് റൺസ് എ ബ്യൂട്ടി പാർലർ. ഹല്ലേലൂയ. അവൻ നിന്നെ കരുതും. ഹല്ലേലൂയ. യേശു ആകുന്ന വാതിലിലൂടെ നീ കടന്നാൽ മരുഭൂമി ഉണ്ടാകും. പക്ഷേ അതിനപ്പുറം അപ്പോസ്തലർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി, വേഗത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. പെട്ടെന്ന്
ചിലപ്പോൾ ദൈവത്തിന് ധൃതി പിടിക്കാം കേട്ടോ. ദൈവത്തിന് ചിലപ്പോൾ ധൃതി പിടിക്കാം. ഹല്ലേലൂയ. തൻ്റെ ഭക്തനെ സഹായിക്കാൻ ദൈവത്തിന് ധൃതി പിടിക്കാം. വചനം വിശ്വസിച്ചുറങ്ങുന്നവനെ സഹായിക്കാൻ വെളിച്ചം വരും ഇരുട്ടിനകത്ത്. മറ്റാരും കാണാത്തതായിട്ട് വെളിച്ചം. കാവൽക്കാർ ഉണർന്നില്ല. ഹല്ലേലൂയ. മറ്റാർക്കും കാണാൻ ഒക്കാത്തൊരു വെളിച്ചം. മറ്റാരും കാണാത്തത് നീ കാണും, മറ്റാരും അനുഭവിക്കാത്തത് നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ കട്രായിൽ നിന്ന് പർവ്വതത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ കുറ്റപ്പുഴ പ്രെയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പിൽ നിന്ന് ഒരു ലാലു ഉണ്ട്. 16-17 വയസ്സ് കാണും. 2 പേരായിരുന്നു, അബ്രഹാമും ലാലു ആണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു. ലാലുവിനെയും കൂട്ടി ഞാൻ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ഞാൻ അങ്ങോട്ട് ചുരുക്കി പറയാം. നേരത്തെ ഒരിക്കൽ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടാട്ടെ. കേട്ടതാണെങ്കിൽ ഒന്നുകൂടെ കേട്ടാട്ടെ, ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടാട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞു. ഒരു വീട്ടിൽ ചോദിച്ചു, ഞങ്ങളോട് താമസിച്ചോട്ടെ. അവർ താമസിക്കാൻ അനുവദിച്ചു. അടുത്തൊരു തോടുണ്ടായിരുന്നു, ഒരു സ്ട്രീം, പർവ്വതത്തിലെ വെള്ളമല്ലേ. ഞാൻ പോയിട്ട് അവിടെ മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിലേക്കൂടെ ഒരു സന്യാസി വന്നു. തലയിലൊക്കെ ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടി, നല്ല ഒരു തടിയനായ ഒരു മനുഷ്യൻ, മസിലുള്ള ഒരു മനുഷ്യൻ. തോളയിൽ ഒരു കൈക്കോടാലിയുണ്ട്. പർവ്വതത്തിൽ നടക്കുന്നവരെ കാണും, ഒരു വടി കാണും, ഒരു കൈക്കോടാലി കാണും. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കട്രായിൽ നിന്ന് വന്നതാണ്. നിങ്ങളുടെ സംസാരം കേട്ട് നിങ്ങൾ കട്രായിൽ നിന്ന് വന്നതല്ല, നിങ്ങൾ തെക്കേ ഇന്ത്യക്കാരനാണ്. ഞാൻ പറഞ്ഞത് തെക്കേ ഇന്ത്യക്കാരാണ്, നിങ്ങൾ കട്രായിലാണ് താമസിക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നത്? അപ്പോൾ എനിക്കറിയാം കാര്യം അത്ര ശരിയല്ല എന്ന്. അപ്പം ഞാൻ വളരെ വിദഗ്ധമായിട്ട് മറുപടി പറഞ്ഞു, ഞങ്ങൾ ആളുകളെ ഉപദേശിക്കാൻ വന്ന. എന്താണ് ഉപദേശം? കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, ചീത്ത പറയരുത്, ആരെയും ചതിക്കരുത്, ദുർമാർഗത്തിൽ നടക്കരുത്, ഒരു ദിവസം ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കണം, ഈശ്വരൻ കണക്ക് ബോധിപ്പിക്കണം. അയാൾ എന്നേക്കാൾ മിടുക്കനായിരുന്നു. എൻ്റെയൊക്കെ ചോദിച്ചു, കോൺസ പുസ്തക്, ഏതാണ് നിൻ്റെ ധർമ്മപുസ്തകം? ബൈബിൾ. അയാൾ ആ കോടാലി ഇങ്ങെടുത്തു. കുറച്ചൊരു 50 അടി അപ്പുറത്തായിരിക്കും. ആഹാ, നിങ്ങൾ തെക്കേ ഇന്ത്യയിലുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാക്കി, ഇപ്പോൾ ഇവിടെയും വന്നിരിക്കുക ഇല്ലയോ? അയാളെ പറഞ്ഞു, നിൻ്റെ കഴുത്ത് വെട്ടിയിട്ട് താഴോട്ടെറിയും. താഴെ ഒരു 6000-7000 അടി താഴ്ചയുള്ള ഒരു വലിയ ആറ് പോകുന്നുണ്ട് താഴെ. പറഞ്ഞു താഴോട്ടെറിഞ്ഞ് ആരും കാണത്തില്ല, പോലീസുകാരും അറിയത്തില്ല, നീ ഇവിടെ വന്നെന്ന് പോലും അറിയത്തില്ല. അടുത്തിങ്ങോട്ട് വന്നു. ലാലു പേടിച്ചു. 16-17 വയസ്സുള്ള ചെറുക്കനാണ്. പുറകിലോട്ട് വന്നു വെച്ചാൽ എൻ്റെ പറഞ്ഞു, സാറേ അവൻ നമ്മളെ കൊല്ലും. എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. ലാലു ചിന്തിച്ചു. ഞാനെന്തോ ചിന്തിക്കാനാണ്? ഞാൻ അവിടെ നിന്ന് ഉറഞ്ഞുപോയി. പെട്ടെന്ന് എവിടുന്നാന്നറിയാൻ വയ്യ, ഒരു നല്ല തടിയനായ വെളുത്ത ഒരു മനുഷ്യൻ, എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി വർഷങ്ങളായില്ല, 1974 അങ്ങനെയാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ മനുഷ്യനെ കയറി അങ്ങ് പിടിച്ചു, കെട്ടി അങ്ങ് പിടിച്ചു. പറഞ്ഞ് അവർ നല്ല മനുഷ്യരല്ലേ, വാ. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലോട്ട് അങ്ങ് പോയി. എന്നെ കർത്താവ് രക്ഷിച്ചു. എൻ്റെ വിചാരം, അത് കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു. അവർ പറഞ്ഞു, അയ്യോ അയാൾ വെറും പന്ന മനുഷ്യനാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ അരി ചോദിക്കും, ഗോതമ്പ് മാവ് ചോദിക്കും, വെജിറ്റബിൾ ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ വടിയെടുത്ത് അടിക്കും. അയാൾ വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ്. അയ്യോ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്തായാലും. ഞാൻ പറഞ്ഞു, അന്നേരം ഇങ്ങനെ ഒരു വെളുത്ത ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഇവിടെ ഒന്നുമില്ല. എവിടുന്ന് വന്ന മനുഷ്യൻ? തന്നല്ല, ഞങ്ങൾ ആരാന്ന് എങ്ങനെ, അവർ നല്ല മനുഷ്യരല്ലയോ എന്ന് പറഞ്ഞു. എങ്ങനെ പറയാൻ കഴിയും? ചിലപ്പോൾ ഒരു ദൈവദൂതനായിരിക്കാം. അവസാന സമയത്താണെങ്കിലും ദൈവത്തിൻ്റെ ദൂതൻ വരും കേട്ടോ. അവൻ്റെ വിലാപ്പുറത്ത് തട്ടി, കാരണം അവൻ നല്ല ഉറക്കമായിരുന്നു. ഹല്ലേലൂയ. അവൻ 100 പ്രാവശ്യം വേണം താടി നോക്കട്ടെ, അത് യേശുക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ വയസ്സായിട്ടേ മരിക്കത്തുള്ളെന്ന്, എന്നെ പോകാൻ ഇഷ്ടമില്ലാത്തടത്ത് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് അവൻ ഉറങ്ങി. he was sleeping on the promises of God. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ, വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അവർ ഉറങ്ങി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് കിടന്നുറങ്ങാം. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു, ഐ പ്രേഡ് ലെറ്റ് ഗോഡ് വറി. ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ദൈവത്തിൻ്റെ തലവേദനയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ദൈവം എപ്പോഴെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നാളെ എന്ന് പറയരുത്. ഹല്ലേലൂയ. പറയുന്നത് കേട്ടാട്ടെ. ജബൽപൂരിൽ 2 പെൺകുട്ടികൾ ഒരു മീറ്റിങ്ങിന് പോയി. ആരുടെ മീറ്റിങ്ങിന്? ജോർദാൻ ഖാൻ്റെ മീറ്റിങ്ങിന് പോയി. ജോർദാൻ ഖാൻ അവിടുത്തുകാരനാണ്, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ കഥയാണ്. 2 പെൺകുട്ടികൾ വന്നിരുന്നു, മീറ്റിങ്ങിനകത്ത് ഇരിക്കുകയാണ്. അവസാനം ജോർദാൻ ഖാൻ ചോദിച്ചു, ഇന്ന് ആരെ യേശുക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കും? ഒരു പെങ്കൊച്ച് എഴുന്നേക്കാൻ നേരം മറ്റേ പെങ്കൊച്ച് പിടിച്ചവിടെത്തി. പറഞ്ഞു, ഇപ്പോഴേ വേണ്ട കേട്ടോ, നമ്മളിപ്പോൾ ചെറുപ്പമില്ലയോ, നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രായമായി കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വെച്ച് ജീവിതമൊക്കെ ഒന്ന് സുഖിച്ചിട്ട് നമുക്ക് പിന്നീട് രക്ഷിക്കപ്പെടാം.
അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആരെന്ന് യേശു. ആ എഴുന്നേക്കാൻ നേരം മറ്റേ കൂട്ടുകാർ വീണ്ടും പിടിച്ചിരുത്തി, 3 പ്രാവശ്യം പിടിച്ചിരുത്തി. യോഗം തീർന്നു. 2 പേരും അവരുടെ സൈക്കിളെ കയറി. നല്ല വലിയ കുടുംബത്തിലെയാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് സൈക്കിൾ പോലും പണക്കാരുടെയാണ്. അവൾ എഴുന്നേറ്റു. 2 പേരും എഴുന്നേറ്റു. 2 പേരും കൂടെ സൈക്കിളെ കയറി. പുറകിൽ നിന്നൊരു കാർ വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തി സൈക്കിളെ വെട്ടിച്ചു, മറ്റേ അവിടെ സൈക്കിളിൽ പോയി മുട്ടി. ഈ ആരുടെയാണോ സൈക്കിൾ പോയി മുട്ടിയത് അവരാ വീഴുന്നത്. അവർ വലത്തോട്ട് വീണ് വന്ന കാർ അവരുടെ പുറത്തൂടെ കയറി അങ്ങ് പോയി. കൊച്ചി ചത്തുപോയി. അവൾക്ക് കിട്ടിയ അവസാനത്തെ അവസരമായിരുന്നു. നിൻ്റെ കൂട്ടുകാരികൾ നിർത്തരുത്. നിൻ്റെ കൂട്ടുകാരന്മാർ നിന്നെ തടഞ്ഞു നിർത്തരുത്. നിൻ്റെ സ്നേഹിതർ നിന്നെ തടഞ്ഞു നിർത്തരുത്. നിൻ്റെ സഭക്കാർ നിന്നെ തടഞ്ഞു നിർത്തരുത്. അവൻ പറയുമ്പോൾ അനുസരിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത് അവിചാരിതമാണെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അവിടെ കൊണ്ടുവന്നാണ്. നിങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ചതിനാൽ, നിങ്ങളുടെ അപ്പച്ചൻ പ്രാർത്ഥിച്ചതിനാൽ, നിങ്ങളുടെ സഹോദരൻ പ്രാർത്ഥിച്ചതിനാൽ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് പ്രാർത്ഥിച്ചതിനാൽ, നിങ്ങളുടെ അമ്മയപ്പന്മാർ പ്രാർത്ഥിച്ചതിനാൽ, സ്നേഹിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചതിനാൽ നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയാണ്. എബ്രായർ 3:15. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടാൽ, ഹല്ലേലൂയ, മത്സരത്തിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഞാൻ 19-ാമത്തെ വയസ്സിൽ 17 വയസ്സിലാണ്. പത്തടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങളുടെ ഏരൂരിനപ്പുറത്താണ്, കുളത്തുപുഴയ്ക്ക് പുറത്താണ്. അവിടുത്തെ മർത്തോമ പള്ളിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. എൻ്റെ അമ്മച്ചി എന്നെ അവിടെ കൊണ്ടുപോയി. നന്നാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുപോയത്. പപ്പായി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്തടിയിലെ പാപ്പച്ചനും സൂസമ്മയും പാപ്പച്ചനാണെന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തർക്ക് സാക്ഷ്യം പറയാം. എൻ്റെ ഇങ്ങനെ ഓരോരുത്തരെ വരികയാണ്. ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കള്ള ക്രിസ്ത്യാനിയായിട്ട് ഇനിയും തൊട്ട് നല്ല ക്രിസ്ത്യാനിയാണ്. ചുമ്മാ പറഞ്ഞാണ്. പറയേണ്ടിയോട് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരെ വന്നപ്പോൾ എനിക്ക് പറയേണ്ടി വന്നുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞു. പക്ഷേ അകത്തൊരു ചെറിയ കിലുക്കവ ഉണ്ടാകാതെ ഇരുന്നില്ല. മാസം 1-2 കഴിഞ്ഞു. ഞാൻ കോളേജിലാണ്, പഴയാണ്. സിഗരറ്റ് ധാരാളം വലിക്കും. അയ്യോ, പഠിക്കുന്നില്ല, ക്ലാസ്സിൽ കയറുന്നില്ല. എൻ്റെ അമ്മച്ചി എന്നെ ഒരിക്കലൂടെ മീറ്റിങ്ങിനകത്ത് കൊണ്ടുപോയി. നവജുവോദയം KV ചെറിയാച്ചൻ്റെ അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മ വെൺമണികൾ നടക്കുകയാണ്. ഏത് വർഷമായിരിക്കണം? 1900 മറന്നുപോയി കേട്ടോ. ആ വർഷത്തിൽ 58, 60 അവിടെ ചെന്നു. അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് പാപഭാരമുണ്ടായി. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. താഴെ കിടന്ന് ഉരുണ്ട് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവേ, നീ എൻ്റെ ദൈവം. ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞു. പക്ഷേ ആ വാക്ക് ഞാൻ പാലിച്ചില്ല. 3 ദിവസമേ ഞാൻ മാനസാന്തരപ്പെട്ടവനായിട്ട് ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സിഗരറ്റ് വലിച്ചു. യേശു ക്രിസ്തുവിനെ ഞാൻ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം? പട്ടാളത്തിൽ പോയി ചേർന്നു. പട്ടാളം ചേരേണ്ടി വന്നു. ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചവൻ പട്ടാളത്തിൽ പോയി. പട്ടാളം മോശമല്ല, പക്ഷേ എഞ്ചിനീയറിംഗിൽ പഠിച്ചവൻ പോയിട്ട് പട്ടാളത്തിൽ ക്ലർക്കായിട്ട് ശിപായിയായിട്ട് കയറുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. എൻ്റെ പപ്പായ്ക്ക് നാണക്കേടാണ്, എൻ്റെ കുടുംബത്തിന് നാണക്കേടായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ പിന്നെയും മഹാഭാവിയായി. സിഗരറ്റ് വലി മാത്രമല്ല, കള്ളുകൂടി തുടങ്ങി. കള്ളക്കണക്ക് എഴുതി. 2 പ്രാവശ്യം പിടിക്കപ്പെട്ടു. ധനനഷ്ടമുണ്ടായി, മാനനഷ്ടമുണ്ടായി. കരയുന്ന പപ്പ, കരയുന്ന അമ്മച്ചി, കരയുന്ന സഹോദരി സഹോദരന്മാർ. ഹല്ലേലൂയ. നാളെ എന്ന് പറയരുത്, ഇന്ന്. നാളെ എന്ന് പറഞ്ഞാൽ നിനക്ക് ധനനഷ്ടം ഉണ്ടാകും, മാനനഷ്ടം ഉണ്ടാകും, മറ്റ് പല നഷ്ടങ്ങളും ഉണ്ടാകുകൊണ്ട് നാളെ എന്ന് പറയരുത്. അവിടെ ചങ്ങലയോ ഉണർത്തി, ചങ്ങല കെട്ടിയിട്ടുണ്ടോ? സാരമില്ല, ആ ചങ്ങലകളെ ഉണർത്തിയവൻ അഴിക്കും കേട്ടോ. ഹല്ലേലൂയ. നിൻ്റെ ചങ്ങല എന്തിൻ്റെയാണ്? സിഗരറ്റിൻ്റെയാണോ, കള്ളിൻ്റെയാണോ, എന്തിൻ്റെയാണ് ചങ്ങല? അത് ഉണർത്തിയവൻ അഴിക്കും. ഹല്ലേലൂയ. അടിപിടിയുടെയാണോ, അവൻ അഴിക്കും. നിൻ്റെ ദുഷ്സ്വഭാവത്തിൻ്റെ ചങ്ങലയാണോ, അവൻ അഴിക്കും. 8-ാമത്തെ വാക്യം, അരകെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കാൻ ഒരുങ്ങുക, ബെൽറ്റിടാൻ. അരകെട്ടുന്നതിനാ നടക്കാനായിട്ട്. ഹല്ലേലൂയ. നിനക്ക് ചെയ്യണം. ഹല്ലേലൂയ. ചെരുപ്പിടുക പുറത്തേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചെയ്യാനൊക്കാത്തത് ദൈവം ചെയ്യും. നിനക്ക് ചെയ്യാനൊക്കുന്നത് നീ ചെയ്യണം കേട്ടോ. നിനക്ക് ചെയ്യാനൊക്കുന്നത് നീ ചെയ്യണം. വേദപുസ്തകം നീ വായിക്കണം, ചർച്ചിൽ പോകണം, പ്രസംഗം കേൾക്കണം. നിൻ്റെ സിഗരറ്റ് വലിവിടാൻ നിന്നെക്കൊണ്ട് സാധ്യമല്ല, പക്ഷേ എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. ചെരുപ്പിടുക പുറത്തേക്ക്. ഹല്ലേലൂയ. എവിടെ? അന്ധകാരത്തിൽ നിന്നും 4 മതിലുകൾക്കപ്പുറത്ത് 2 ചങ്ങലകളും പൊട്ടിച്ചുകൊണ്ട് 16 ശത്രു സൈന്യത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരിക. ശത്രുക്കളുടെ പുറകെ പോകണമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. പഴയ കൂട്ടുകാരുടെ കൂടെ പോകണമെന്നല്ല പറഞ്ഞത്. എനിക്ക് കോളേജ് വെച്ച് അതാണ് അബദ്ധം പറ്റിയത്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പിന്നെയും പഴയ ചന്ദ്രൻ, എൻ്റെ കൂട്ടുകാരൻ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വീട്ടിലെ ചോറും ഉണ്ടും വെച്ച് അവർ പിന്നെ പഴയ കൂട്ടുകാർ. നിൻ്റെ കൂട്ടുകാരെ നീ മാറ്റണം. ഹല്ലേലൂയ. പഴയ കൂട്ടുകാർ. 10-ാമത്തെ വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു, ഇരുമ്പുവാതിൽക്കെത്തി. അത് അവർക്ക് സ്വയം തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൈവദൂതൻ അവർ വിട്ടുപോയി. 1-ാമത്തെ വാതിൽ സ്വയം തുറന്നു. 2-ാം വലിയ ഇരുമ്പുവാതിലും.
എത്ര വലിയ വാതിൽ നിനക്ക് വേണ്ടി നിനക്കെതിരായിട്ട് കൊട്ടി അടച്ചാലും തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വേറെ ആർക്കും സാധ്യമല്ല. എൻ്റെ ദൈവം തുറന്നാൽ, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനൊക്കത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒക്കെ ചെന്നു. ഹല്ലേലൂയ. അതെല്ലാം ഓരോന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് കൂരിരുട്ടിൽ വെളിച്ചം തരുവാൻ കഴിയും, ഉറങ്ങുന്നവനെ ഉണർത്താൻ കഴിയും. പക്ഷേ ചെരുപ്പിട്ട് അരമുറുക്കുന്നവനെ നടത്താൻ അവന് കഴിയും. പക്ഷെ നീ ചെരുപ്പിടണം, നീ എഴുന്നേൽക്കണം, നടക്കണം. ഹല്ലേലൂയ. റേമ ആകുന്ന വചനത്തെ വിശ്വസിച്ചവനെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവൻ വിചാരിച്ചെന്തുവാ, അയ്യോ ഞാൻ സ്വപ്നമാണ്. പക്ഷെ വെളിയിറങ്ങി കഴിഞ്ഞ് അവന് മനസ്സിലായി. അവന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൂട്ടായ്മയെ അന്വേഷിച്ച് ചെന്നു. ഹല്ലേലൂയ. എവിടേക്ക് പോയി? പഴയ ആരാധനാ സ്ഥലത്തേക്കല്ല അവൻ പോയത് കേട്ടോ. ഹല്ലേലൂയ. പഴയ സിനഗോഗ് പള്ളിയിലേക്കല്ല അവൻ പോയത്, വിശ്വാസികളുടെ ഇടയിലേക്ക്, യേശു ഭക്തന്മാരുടെ ഇടയിലേക്ക്, പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് പോകണം. ഞാനിന്ന് ഈയോടെ പോകണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ പോകണം? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അടുക്കലേക്ക് പോകണം. ഒരിക്കൽ ബില്ലി ഗ്രാമിൻ്റെ ഒരാൾ ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ട് ഇനി ഏത് പള്ളിയിൽ പോകണം? പറയുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയാട്ടെ. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ പോകണം. 18-ാമത്തെ വാക്യം വേഗത്തിൽ പറഞ്ഞു നിർത്തണം. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമില്ലാത്ത പരിഭ്രമം ഉണ്ടായി. എനിക്കിഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. പരിഭ്രമം ആർക്ക്? ശത്രുക്കൾക്ക്. പത്രോസ് വില കൊടുത്തു. അവൻ പരിഭ്രമത്തിന് കാരണമായി തീർന്നു. അടുത്തത് നിൻ്റെ കഥയായിരിക്കട്ടെ, മറ്റുള്ളവർ പരിഭ്രമിക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചു? എന്താണ് നിൻ്റെ രഹസ്യം? അവനെവിടെ നിന്നാണ് ഈ ആരോഗ്യം കിട്ടിയത്? അവനെവിടെ നിന്നാണ് ഈ ബലം കിട്ടിയത്? ഹല്ലേലൂയ. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പം ഞങ്ങളുടെ ഒരാൾ പാല് കൊടുക്കാനായിട്ട് ഒരാൾ വരും, വീടുകളിലൊക്കെ കൊടുക്കാൻ. ആയൊക്കെ എന്നെ കാണും ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ ചോദിക്കും, വയസ്സ് എത്ര ആയി? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു 84. അയ്യോ 54ആണോ 84ആണോ? 84. നിന്നെ ആളുകൾക്ക് ഒരു പരിഭ്രമമായിരിക്കട്ടെ. ഞങ്ങൾ കട്ടറായിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ പൂജാരിയുടെ വീട്ടിലാണ്. അദ്ദേഹം അധ്യാപകനാണ്, അമ്പലത്തിലെ ശമ്പളമുണ്ട്. പക്ഷേ അവരുടെ ഭാര്യ പറയും, നിങ്ങൾക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട്. എനിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? കൂടിപ്പോയാൽ 130 രൂപ. കൂടിപ്പോയാൽ അവർക്ക് എത്ര രൂപയുണ്ട്? 750 രൂപ ശമ്പളമുണ്ട്. ഹല്ലേലൂയ. നിന്നെ കണ്ടിട്ട് അവർ പരിഭ്രമിക്കുവാൻ, ബാക്കിയുള്ളവർ പരിഭ്രമിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അടുത്തത് നിൻ്റെ കഥയായിരിക്കട്ടെ. പത്രോസ് വില കൊടുത്തു, അവൻ പരിഭ്രമത്തിന് കാരണമായി. അടുത്തത് നിൻ്റെ കഥയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടവർക്ക് പറയട്ടെ, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഖർവാപ്പസിലേക്ക് മടങ്ങിപ്പോകരുത്. ക്രിസ്തുവിനോടുകൂടെ ആര്? ഞാൻ ചോദിക്കട്ടെ, സഭ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ പത്രോസിൻ്റെ കഥ എന്താകുമായിരുന്നു? ഞാൻ പറയാം, യാക്കോബിനെ പോലെ സഭ പ്രാർത്ഥിച്ചതിനാ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളൊരു പത്രോസായി തീരണം, നിങ്ങളൊരു മറിയയായി തീരണം, നിങ്ങളൊരു ഹന്നായി തീരണം, നിങ്ങളൊരു യേശുഭക്തനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, ഞാൻ പിന്മാറത്തില്ല. റോമർ 8:38. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, എൻ്റെ മകന് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, ഹല്ലേലൂയ, ഞാൻ തെറ്റ് ചെയ്യത്തില്ല, ഞാൻ പാപം ചെയ്യത്തില്ല, ക്രിസ്തുവിനെ വിട്ടിട്ട് വേറൊരു വഴിക്ക് പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം, ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടില്ല, അഭിനയമായിരുന്നു എന്ന് പറയുന്നവരുടെയൊക്കെ പറയാണ്. ഇന്ന് തീരുമാനിക്കാം, ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല എങ്കിൽ ഇന്ന് പറയണം, ഞാൻ രക്ഷിക്കപ്പെടുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. പത്രോസിനെ പോലെ പറയുന്നു, മരണമായാലും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, പൗലോസ് പറഞ്ഞതാണ് കേട്ടോ, റോമർ 8:38. മരണത്തിനോ മരിച്ചു പോയത് സാരമില്ല, മരിക്കും. ജീവനോ, ഹല്ലേലൂയ, ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനം നിങ്ങളുടേതായിരിക്കുമോ? രക്ഷിക്കപ്പെടാത്തവരൊക്കെ പറയാണ്, ഈ തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുമോ? ഞാനും ഇന്നു മുതൽ എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കും. കർവാപ്പസി എന്നൊരു കാര്യം ഉണ്ടാകത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ബലഹീനനായി പോയിട്ടുണ്ട്. പി ജി വർഗീസ് മാത്രമല്ല, ഞാൻ ബലഹീനായിട്ട് കള്ളുകുടിയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്, കഞ്ചാവടിക്കാൻ മടങ്ങിപ്പോയിട്ടുണ്ട്, കള്ളക്കണക്കെഴുതാൻ മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇന്നു മുതൽ ഞാനൊരു ക്രിസ്തു ഭക്തനായിട്ട് ജീവിക്കും എന്ന് തിരികുമോ? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് പറയും, ഞാൻ വിശ്വസിക്കുന്നത് തന്നെ വിശ്വസിക്കും. ഞാൻ അവിശ്വാസികളെ പോലെ ആയിത്തീരത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത്
പ്രസ്താവിക്കും. ഞാൻ അഡ്വാൻസായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പിന്മാറിപ്പോകത്തില്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കും. ഒന്നിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ സാധ്യമല്ല. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ, എന്നോടൊപ്പം പറഞ്ഞാട്ടെ. മരണത്തിനോ പറഞ്ഞാട്ടെ, ജീവനോ പറഞ്ഞാട്ടെ, ദൂതന്മാർക്കോ പറഞ്ഞാട്ടെ, വാഴ്ചകൾക്കോ പറഞ്ഞാട്ടെ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ച് തീരുമാനിക്കുന്നു. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ തീരുമാനമെടുക്കുന്നവർ തലയിൽ നെഞ്ചത്ത് കൈവച്ചിരിക്കുമല്ലോ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഇന്നു മുതൽ ഈ വ്യക്തി, ഈ സഹോദരൻ, ഈ സഹോദരി, ഈ കുഞ്ഞ് യേശുവിൻ്റെ ഭക്തനായിട്ട് ജീവിക്കട്ടെ, പത്രോസായിട്ട് ജീവിക്കട്ടെ, സഹോദരി പത്രോസായിട്ട് ജീവിക്കട്ടെ, സഹോദരൻ പത്രോസായിട്ട് ജീവിക്കട്ടെ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കട്ടെ. മരണത്തോളം വിശ്വസ്തനായിരിക്കുക. ദൈവം നിനക്ക് ജീവകിരീടം നൽകും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുക. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ജയിലിലായാൽ അവിടുന്ന് വിടുവിക്കും. കൽമതിലുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിൻ്റെ കാലിൽ ചെരുപ്പ് അണിയിക്കും. നിൻ്റെ കാലിൽ അവൻ ചിലങ്ക അണിയിക്കും. നിന്നെ മാന്യനാക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകരുത്. ദൈവത്തിൻ്റെ പിന്നാലെ പോവുക. അവൻ്റെ നന്മയും കരുണയും നിന്നെ തേടി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.